സംസുക്ക ഗ്രൂപ്പിലെല്ലാവരോടും എൻ്റെ യൂട്യൂബിലെ എല്ലാ ഫ്രണ്ട്സുകളോടും പറയണേ, ഈ രണ്ട് കുട്ടികൾ ഇതാ പൈതമക്കളെ ഇതാ മാങ്ങാച്ചോടം ചെയ്യണേ. ഇന്ന് ഞായറാഴ്ച 21-ാം തീയതി. ഇന്ന് ഞാനേ പറയണം എന്താ വെച്ചാൽ രണ്ട് പൈതമക്കൾ മിഞ്ഞാന്ന് വന്നിട്ട് ശനിയാഴ്ച വന്നിട്ട് ഇവരെന്തോ 20 ഉറുപ്പിട്ടുണ്ട് വരുന്നത്. രണ്ട് ഇളനീന് വേണമെന്ന് അറിയട്ടെ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് ഒരു ഇളനീനെ വേണ്ടത് കാരണം അപ്പോൾ 20 ഉറുപ്പിയുടെ ചെറുത് വെട്ടി കൊടുത്തപ്പോൾ ഈ കുട്ടീനെ കണ്ടപ്പോൾ എനിക്കൊരു വേറൊരു പാവം തോന്നി മനസ്സിലാവും. ഇറക്കം കൊപ്പരം നിൽക്കല്ല ഏതോ ബേട്ടാ തുമ്പളൊക്കെ പൈസ ഇവിടെ രണ്ട് കുട്ടികൾ ആ പൈസ ഞാൻ പറഞ്ഞ പൈസ ഒന്നും വേണ്ടാരുടെ കൊടുത്തിട്ട് അവരാണ്ട് പോവുകയും ചെയ്ത് അവരോട് പോയിട്ട് എന്താ രണ്ടാമരും ഈ കുട്ടി അവർ 20 ഉറുപ്പിക തന്നപ്പോഴേ ഞാൻ 2 വെട്ടി കൊടുത്ത്. എന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് ഞായറാഴ്ച ഉണ്ട് ഒരു 20 ഉറുപ്പിക വേറെ വരണേ. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്താണെന്ന് വെച്ച് അപ്പോൾ എന്നോട് തരണേ അന്ന് ഞങ്ങൾ 2 കുടിച്ചില്ല. അപ്പോൾ അതിന് ഞാൻ 20 ഉറുപ്പിക തന്നിട്ട് ഇളനീൻ കുടിച്ച് ഞാൻ പറഞ്ഞ അതിൻ്റെ ആവശ്യം ഞാൻ ഇത്ര എൻ്റെ ഭാഗമായിട്ട് കൊടുത്താൻ പറഞ്ഞ് കുട്ടിയോട് പറഞ്ഞ് നിങ്ങൾ കക്കുക പിടിക്കുക ഒന്നും ചെയ്യരുത്, നല്ല കുട്ടികളായിട്ട് വളരണം നിങ്ങൾ. അപ്പോൾ ഇതാരാ മറ്റു ചെറിയ കുട്ടീനെ കാണിച്ചപ്പോൾ ഇതാരാന്ന് ചോദിച്ചു ഞാൻ. അപ്പോൾ അത് പെങ്ങളെ മോനാന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാളും കൂടി ആ മാങ്ങാച്ചോടം ചെയ്യണം ആ പൈതമക്കൾ. അപ്പോൾ ഞാൻ ആ വീഡിയോ എടുക്കാനുള്ള കാരണം ആ കുട്ടികളിവിടെ വന്നിട്ട് ആ മിഞ്ഞാന്ന് വന്നിട്ട് 20 ഉറുപ്പിക. അപ്പോൾ ഞാൻ ഒരു ഇതേമാതിരി ഒരു ഇളനീ വെട്ടിക്കൊടുത്തു. അപ്പോൾ ഒന്നിനെ കണ്ടപ്പോൾ വേറെ ഒന്നും കൂടി ചേർത്ത് വെട്ടിക്കൊടുത്തു. അപ്പോൾ 20 ഉറുപ്പിക മേടിച്ച് ഞാൻ കിട്ടുകയും ചെയ്തു. അങ്ങനെ കുട്ടികൾക്ക് അതിന് എന്താണാവുക ആ പക്ഷി അത് 20 ഉറുപ്പിക 2 വെട്ടിക്കൊടുത്തപ്പോൾ അതൊരു വിഷമമായിട്ട് കുട്ടികളുടെ ഇന്ന് പാവം പൈതമക്കൾ ആ 20 ഉറുപ്പിക വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞ് വേറെ ഒന്നുകൂടി വെട്ടി കൊടുക്കുമ്പോൾ സമ്മതിച്ചില്ല, വേണ്ട. അപ്പോൾ ഞാൻ ഇവിടെ പിടിച്ച് നിർത്തിയാൽ പറ്റില്ലാണ്ട് ഒന്നുകൂടി എൻ്റെ വകമായിട്ട് വേറെയും വെട്ടി കൊടുത്തു. അപ്പോൾ വേറൊരു കുട്ടിക്ക് ഇതും വെട്ടി കൊടുത്തു. അപ്പോൾ മറ്റേ സമ്മതിക്കണില്ല, വേണ്ട ഇനിയിപ്പോൾ നാളെ വരും തോന്നുക പാവാ പൈസ ആയിട്ട്. കാരണം ഞാൻ വെറുതെ വെട്ടി കൊടുത്താൽ ചില മക്കളൊക്കെ കാണുമ്പോൾ പാവം തോന്നുക. കാരണം നമ്മളെപ്പോലെ കഴിവില്ല. കാരണം മാതാപിതാക്കൾക്ക് കഴിവില്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ തന്നെയാണ് കുട്ടികൾ. എന്നാലും എന്നോട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കക്ക പിടിക്കാൻ ചെയ്യലില്ല, ഇങ്ങനെ മാങ്ങ വെച്ചിട്ടാണ് കച്ചവടം ചെയ്യലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അങ്ങനെ തന്നെ വേണം. കാരണം നമ്മൾ കക്ക പിടിക്കാൻ ചെറുതുങ്ങളിപ്പോൾ ചെറുപ്പത്തിൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് അത് വലിയൊരു പ്രശ്നമായി വരും. അപ്പോൾ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ഒന്നും ചെയ്യണം, നിങ്ങൾ അധ്വാനിച്ചിട്ട് 10 ഉറുപ്പിക ഉണ്ടാക്കിയാൽ നിങ്ങൾക്ക് പഠിത്തം ദൈവം പല ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് 10 ഉറുപ്പിക കിട്ടുകയും ചെയ്യും. നിങ്ങൾ നല്ല മക്കളായിട്ട് വളരണം എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് നല്ല സന്തോഷമായി ആ കുട്ടികൾക്ക്. അപ്പോൾ എന്തായാലും ആ കുട്ടികളെ വീഡിയോ എടുത്ത് ഇന്ന് വിട്ടതാണ്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, കച്ചവടമൊന്നും ഇല്ല. പണിക്കാരൻ ചേർക്കാൻ കിടന്ന് ഉറങ്ങുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് വന്ന് ഓനൊന്ന് ഉറങ്ങാൻ വിട്ട് അങ്ങനെ ഇവിടെ ഇന്ന് ഞായറാഴ്ചയാണ് ഈച്ചനാട്ടി കുത്തിരിക്കുക. കുറച്ച് കച്ചവടം ചെയ്ത് ഒരു 10 രൂപ ഇളനീനാണ് പോയത്. ഇങ്ങനെ ഇളനീൻ പോയി കഴിഞ്ഞാൽ എങ്ങനെ കുടുംബം പോറ്റാൻ പറ്റും? മാക്സിമം ഒരു 100 ഇളനീനും പോകണം. ഇവിടെ പോകുന്നുണ്ട് കേട്ടോ, ചൂട് സമയത്തൊക്കെ 100 പോകും. ഇന്നിപ്പോൾ ഞായറാഴ്ച കാരണം ഒരു 10-30 14 മുറിച്ചിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ്.